നമസ്കാരം. കേരളത്തിൽ മുഴുവനായി സ്ത്രീകൾക്ക് ഇന്ന് മുതൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര തുടങ്ങുകയാണ്. ആ പദ്ധതി പ്രിയദർശിനി എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള സംവിധാനം അനുസരിച്ച്, പ്രിയദർശിനി പദ്ധതി അനുസരിച്ച് 3125 ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാണ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് അത്തരം ബസ്സുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർവീസുകൾ നടത്തും. ആ സർവീസുകൾ നടത്തുന്ന ബസ്സുകളുടെ ഓർഡിനറി, അങ്ങനെ ഗ്രാമവണ്ടി, അങ്ങനെയുള്ള വണ്ടികളുണ്ടല്ലോ, ആ വണ്ടികളിൽ ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, അതായത് ഒന്നുകൂടി പറയാം, ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി, ഇത്രയും ബസ്സുകളിലായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കപ്പെടുക. അപ്പോൾ ഈ പദ്ധതിയുടെ തുടക്കം വളരെ നല്ലതാണ്. കാരണം ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന് ചുരുക്കം കാലങ്ങൾക്കുള്ളിൽ അവർ നടപ്പാക്കുന്ന പദ്ധതിയുടെയും അവരുടെ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നത് അതിലൊരു സാങ്കത്യ പിശകുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു പ്രത്യേക വാഗ്ദാനത്തിനെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഉയർത്താതെ വയ്യതാനും. കാരണം BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ആ ചോദ്യങ്ങൾ ഉയർത്തുന്നതും സ്വാഭാവികമാണ്. കാരണം ആദ്യം തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുള്ള വാഗ്ദാനങ്ങൾ അവിടെ നിൽക്കട്ടെ. രമേഷ് പിഷാരടി ഉൾപ്പെടെയുള്ള ഇവരുടെ സ്ഥാനാർത്ഥികൾ, അന്ന് സ്ഥാനാർത്ഥികൾ, ഇന്ന് MLA-മാർ, അവർ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം നടത്തുന്നതിനിടെ സ്ത്രീകളുമായിട്ട് എവിടെയാണെങ്കിലും നിങ്ങൾ ബസ്സിൽ കയറിയിരിക്കുക, നിങ്ങൾക്ക് ക്ഷീണിക്കുന്നത് വരെ സൗജന്യമായി യാത്ര ചെയ്യാം എന്നുള്ള ഒരു വാഗ്ദാനമായിരുന്നു കോൺഗ്രസ് UDF ആ സമയത്ത് നൽകിയിരുന്നത് ബസ്സിലെ യാത്രകളെ സംബന്ധിച്ച്. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഈ സൗജന്യ യാത്രകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സൗജന്യമായി എന്തെങ്കിലും ഒരു ആനുകൂല്യം ജനത്തിന് നൽകുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി, അതിനനുസരിച്ച് സേവനങ്ങൾ അവർക്ക് നൽകണം. സൗജന്യങ്ങൾ എന്നുള്ളത് അതൊരു ദയാവായ്പാണ്. ഇതിപ്പോൾ അവകാശമാണ് എന്നൊക്കെ VD സതീശൻ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇതിനെ ഫ്രീ ബി എന്ന് തന്നെ പറയാം, ഫ്രീ ബി പൊളിറ്റിക്സ് എന്ന് തന്നെ പറയാം. അത് ആത്യന്തികമായി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെ തകർക്കും. അങ്ങനെ ഇരിക്കെ തന്നെ പക്ഷേ ഇത് തിരഞ്ഞെടുപ്പിൽ അവർ നൽകിയൊരു വാഗ്ദാനമാണ്. അത് പാലിക്കേണ്ട ഒരു ബാധ്യത, ഒരു ധാർമ്മിക ബാധ്യത കോൺഗ്രസിനും UDF-നും ഉണ്ട്. ആ സത്യം നിലനിൽക്കെ 3125 ബസ്സുകളിലേക്ക് ഇത് പരിമിതപ്പെടുത്തിയത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇനിയുള്ള സമയങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഓർഡിനറി വിഭാഗത്തിൽപ്പെടുന്ന ബസ്സുകളിൽ മാത്രമായി ഇതിപ്പോൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. 3125 ബസ്സുകളിൽ ഇപ്പോൾ ഈ സൗജന്യ യാത്ര ലഭ്യമാകുമെന്ന് പറയുമ്പോൾ കാലാന്തരത്തിൽ ഉറപ്പായും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കൃത്യമായിട്ടുള്ള കണക്ക് ദൈനംദിനം ആരെങ്കിലും പോയി പോവുകയാണോ? 3125 ബസ്സുകൾ തന്നെ ഓടുന്നുണ്ടോ? ആദ്യം ഒരു 25 ബസ് പോയി 3100 ബസ്സുകളാകും, അത് 3000 ആകും, പതിയെ ചുരുങ്ങി അതൊരു 2000-നും 1000-നും ഇടയിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത് തന്നെ അതിൻ്റെ സർവീസുകളുടെ സമയമെല്ലാം ക്രമപ്പെടുത്തി, അല്ലെങ്കിൽ അതിനെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി ഈ സൗജന്യ യാത്ര എന്നുള്ളത് ഫലത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് പ്രത്യേകമായിട്ട് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒരല്പം രാഷ്ട്രീയ നേതാക്കളെ ഉപയോഗിച്ച് അതിനെ ഒന്ന് മയപ്പെടുത്തിയും ആ ബസ്സുകൾ ഇടയ്ക്കിടെ ഓടിയും എല്ലാം കുറച്ചു കാലം മുന്നോട്ട് പോകും. കുറച്ചു കാലം കഴിയുമ്പോൾ KSRTCക്ക് ഇത് കൃത്യമായിട്ട് ഈ 3125 ബസ്സുകളിൽ തന്നെ ഈ സൗജന്യ യാത്ര നടപ്പാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ പോലും ഒരു പരിധിവരെ അത് സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കും. ഇനി BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ വാഗ്ദാന ലംഘനത്തിൻ്റെ പേരിൽ UDF-നെതിരെ പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽ ആ പ്രതിഷേധങ്ങൾ തുടങ്ങുകയുമാണ്. കാരണം അതും സ്വാഭാവികമാണ്. ഇത് കൃത്യമായിട്ടൊരു വാഗ്ദാന ലംഘനം ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ആ വാഗ്ദാന ലംഘനത്തിനെതിരെ BJP ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അതിനെ അപഹസിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. കാരണം വീഡിയോ തെളിവുകളായിട്ട് തന്നെ BJPക്ക് ജനങ്ങളുടെ മുൻപിൽ UDF-ൻ്റെ വാഗ്ദാനം, അന്നത്തെ വാഗ്ദാനം, ഇന്നുള്ള വാഗ്ദാന ലംഘനം, ഇത് അവതരിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്തായാലും ഇത് ജനങ്ങൾ പറ്റിക്കപ്പെടുമോ, അതോ ഈ സൗജന്യ യാത്ര വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റാണെങ്കിൽ കൂടി, അത് പാടില്ലാത്തതാണെങ്കിൽ കൂടി സ്ത്രീകൾക്ക് പ്രയോജനപ്രദമാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം. കാരണം 3125, വീണ്ടും ആ സംഖ്യ ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. കാരണം ഇനി വരും ദിവസങ്ങളിൽ ദൈനംദിനം, ഞാൻ പറഞ്ഞല്ലോ, ആർക്കും പോയി കൃത്യമായിട്ട്, എല്ലാവരും പോയി കൃത്യമായിട്ട് കണക്കെടുക്കുകയില്ല എന്ന്. പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള കണക്കുകൾ എടുക്കുക തന്നെ ചെയ്യും. കാരണം KSRTC ഡിപ്പോയിൽ ഇനിയിപ്പോൾ BJPക്ക് എടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം UDF സർക്കാർ തടസ്സപ്പെടുത്തി എന്ന് കരുതുക.
LDF അത് സാധിക്കും. കാരണം KSRTCക്കകത്ത് ഇത്രയും കാലത്തെ ഭരണത്തിനിടയിൽ, കഴിഞ്ഞ 10 വർഷക്കാലങ്ങളിലെ ഭരണത്തിനിടയിൽ നിരവധി സഖാക്കളെ അവർ തിരികെ കയറ്റിയിട്ടുണ്ട്. അവർ വഴി ഈ ഒരു ഡാറ്റ ലഭിക്കുവാൻ ഇടതുപക്ഷത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. എന്തായാലും പ്രിയദർശിനി പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന VD സതീശൻ സർക്കാരിന് അഭിനന്ദനങ്ങൾ. കാരണം കൃത്യമായിട്ടും ഈ സൗജന്യ വാഗ്ദാനങ്ങൾ എന്നുള്ളൊരു തെറ്റായ നയത്തിലൂടെ കർണാടകത്തിലും തെലങ്കാനയിലുമെല്ലാം നിങ്ങളുടെ സർക്കാരുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ സർക്കാരുകൾ വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യത കേരളത്തിൻ്റെ മേൽ വരുത്തി വയ്ക്കാതിരിക്കട്ടെ VD സതീശൻ സർക്കാർ എന്നൊരു പ്രജയെന്നുള്ള നിലയിൽ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഒരു പ്രജയെന്നുള്ള നിലയിൽ. മറുവശത്ത് ഒരു രാഷ്ട്രീയ എതിരാളി എന്നുള്ള നിലയിൽ ഈ വാഗ്ദാന ലംഘനങ്ങൾ ഇങ്ങനെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്കുള്ള വേഗതയ്ക്ക് ഒരാക്കം കൂട്ടും എന്നുള്ളൊരു ചെറിയ സന്തോഷവും ഉണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം ഇതൊരു ഇരുതല വാളാണ് എന്നുള്ളത് ഈ സൗജന്യ പദ്ധതി പ്രഖ്യാപിച്ചപ്പോഴേ തത്വമീ ന്യൂസ് പ്രേക്ഷകരോട് പങ്കുവെച്ചൊരു വസ്തുതയാണ്. ആ വസ്തുത സത്യമാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ സൗജന്യ യാത്രയെ സംബന്ധിച്ച് സൗജന്യ യാത്ര പ്രയോജനപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. ആ സ്ത്രീകൾക്ക് അതിനൊരു തരംതിരിവുണ്ടാകണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് കൂലങ്കുഷമായ ചർച്ചകൾ മറ്റൊരവസരത്തിൽ നടക്കേണ്ട കാര്യമാണ്. അത് ആ അവസരത്തിൽ ചെയ്യാം. എന്നിരുന്നാൽ പോലും ഈ സൗജന്യ യാത്രകൾ ആത്യന്തികമായി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ വാഗ്ദാനം, തിരഞ്ഞെടുപ്പിൻ്റെ വാഗ്ദാനമായതുകൊണ്ട് പാലിച്ചേ മതിയാവൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് VD സതീശൻ സർക്കാർ. എന്തായാലും എത്രത്തോളം സാമ്പത്തിക ബാധ്യത ഇത് KSRTCക്ക് ഉണ്ടാക്കി വയ്ക്കും, ഇനി വരും ദിവസങ്ങളിൽ ഈ 3125 ബസ്സുകൾ അതേ എണ്ണത്തിൽ തന്നെ തുടരുമോ, അതോ എണ്ണം പതിയെ കുറഞ്ഞ് ഒടുവിലിത് ഉണ്ട് ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ പേരിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പ്രിയദർശിനി പദ്ധതിയായി ഒതുങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.